മനുഷ്യനിവിടെ പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ തനിക്ക് എന്താ വേണ്ടത്? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. വളരെ വൈകിയാണ് ഞാനൊരു വാർത്ത കണ്ടത്. കാരണം നസീർ സാറിനെ ഞാൻ മോശം പരാമർശം നടത്തി എന്ന് പറഞ്ഞു. ദ ഗോഡ് ഓഫ് മലയാള സിനിമ, ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ, നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട്. അപ്പൊ അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടത്താൻ ഞാൻ അയ്യോ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ല. നസീർ സാറ് മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസം കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമെന്ന് പറയണത്. കാരണം സിനിമയില്ല. ഇവൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടന്ന് ഇപ്പൊ നോർമൽ അല്ല. എന്നിട്ട് ബഹദൂർ ഇക്കടക്ക് വീട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു. അടൂർ ബാസി സാറിന്റെ അടുത്തൊക്കെ കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. അദ്ദേഹം അവസാന കാലത്ത് അവസരങ്ങൾ കുറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതാരോ പറഞ്ഞതായിരിക്കാം ടിനി ടോമിനോട്. ഈ ടിനി ടോം മണ്ടത്തനങ്ങൾ പറഞ്ഞ് മുമ്പ് വിവാദങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തിനിങ്ങനെ ഇത്രയും മഹാന ഒരാളിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയും. ഏതൊരു ഭ്രാന്താണെന്ന് വേണം അറിയാൻ. ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? മരിച്ചുപോയ ഒരാളാണ് ഇത്രയും ദൈവത്തിൽ. പിന്നെ അത് എത്രയും എങ്ങനെ പറ്റിയൊക്കെ പറയാം. എങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു വലിയൊരു മനുഷ്യനെ കുറിച്ച് പറയാൻ പറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നോ പ്രോബ്ലം, എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഇത്രയും വലിയൊരു ലെജൻഡിന്റെ കാൽക്കൽ വീഴാനും ഞാൻ തയ്യാറാണ്. അത്രയും വലിയൊരു വ്യക്തിത്വം. നിനക്ക് നാണമുണ്ടോ? അപ്പോ അതിന് ഞാൻ എന്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലസ്, ഇൻഷാ അല്ലാഹ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.